പുളിങ്കുന്ന് സ്വദേശിയുടെ മരണം കൊലപാതകം. പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. സുഹൃത്തുക്കളായ കുന്നുമ്മ സ്വദേശികളായ 22-കാരൻ നേതു, 23-കാരൻ ഹരികൃഷ്ണൻ എന്നിവരെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണം. നിരന്തരം കളിയാക്കുന്നതിലും ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നതിനുമുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഈ മാസം 2-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സുരേഷ് മരിച്ചത്. മസ്തിഷ്ക അണുബാധയെ തുടർന്നായിരുന്നു മരണം. മർദ്ദനത്തിൽ തലക്കേറ്റ ക്ഷതം പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറുകയായിരുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പാമ്പുമേക്കാട് കുന്നത്തുനാട് സ്വദേശി അഴിക്കോട്ടുകാരൻ വീട്ടിൽ 22-കാരൻ രാഹുലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീടിനടുത്തുള്ള പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടതായി പെൺകുട്ടി മൊഴി നൽകിയത്. പിന്നാലെ രാഹുലിനെ വടമയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. രാഹുലിന് മാള പോലീസ് സ്റ്റേഷനിൽ 2 പോക്സോ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും മദ്യപിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനമോടിച്ചതിനും ഓരോ കേസുമുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അമിത വേഗതയിൽ വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഒരു കേസുമുണ്ട്. ആലപ്പുഴ ചെന്നിത്തലയിൽ നവോദയ വിദ്യാലയത്തിൽ ജൂനിയർ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തെന്ന് പരാതി. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിനുള്ളിൽ വെച്ച് +1 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതി. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. സംഭവത്തിൽ 6 +1 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് മർദ്ദനം ഉണ്ടായതെന്നും റാഗിംഗ് അല്ല എന്നും പ്രിൻസിപ്പൽ പറയുന്നു. കാണാതായ ഫിഷ് ഫാം ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം ടി.വി.പുരം സ്വദേശി വിപിൻ നായരെയാണ് കരിയാറ്റയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. തിങ്കളാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. മരണത്തിലെ ദുരൂഹത പരിശോധിച്ചു വരികയാണെന്ന് വൈക്കം പോലീസ് അറിയിച്ചു. 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് മുങ്ങിയ മദ്രാസ അധ്യാപകൻ പിടിയിൽ. പാലക്കാട് കുമാരനല്ലൂർ സ്വദേശി ഉമ്മർ എന്ന അധ്യാപകനാണ് മതപഠനത്തിന് വന്ന കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. പിന്നീട് കടന്നുകളയുകയായിരുന്നു. പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷനിൽ 2023-ലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തെ പ്രണയത്തിന് പിന്നാലെ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ യുവാവ് പിടിയിൽ. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് സംഭവം. ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിനിയായ 22-കാരി തന്മയെയാണ് കൊല്ലപ്പെട്ടത്. അനന്തപൂർ സ്വദേശിയായ നരേഷാണ് പിടിയിലായത്. ജൂൺ 3-നാണ് തന്മയെ കാണാനില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാമുകനാണ് തന്മയെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി. സ്ഥിരമായി പോകാറുള്ള സ്ഥലത്ത് ബൈക്കിൽ കൊണ്ടുപോയി നരേഷ് തന്മയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. വിവാഹിതനായ നരേഷും തന്മയും 3 മാസം മുൻപാണ് കണ്ടുമുട്ടിയത്. 1 മാസമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് തന്മയെ നിർബന്ധം പിടിച്ചതാണ് കൊലപ്പെടുത്താൻ കാരണം. ഒഡീഷയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആദ്യ വർഷ M.Tech വിദ്യാർത്ഥികളാണ് ആക്രമണത്തിനിരയായത്. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒഡീഷയിൽ എത്തിയതായിരുന്നു ഇവർ. മാരകായുധങ്ങൾ കൊണ്ടും ബിയർ ബോട്ടിൽ കൊണ്ടും പ്രകോപനം കൂടാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കൊട്ടാരക്കരയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ അഭിഭാഷകന് വെട്ടേറ്റു. പെരുകുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. തലയ്ക്കും നെറ്റിയിലും വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇഞ്ചക്കാട് ശില്പ ജംഗ്ഷന് സമീപം ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഇഞ്ചക്കാട് സ്വദേശിയായ അജയ് കുമാറും മകൻ രോഹിതും ചേർന്നാണ് ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കുകയും വെട്ടുകത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഉണ്ണികൃഷ്ണനും സുഹൃത്തും 2 ദിവസം മുൻപ് ഇവരുടെ വീടിന് മുന്നിൽ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത അജയ്കുമാർ ഉണ്ണികൃഷ്ണനെ അസഭ്യം പറഞ്ഞിരുന്നു. ഇത് ചോദിക്കാൻ ഉണ്ണികൃഷ്ണൻ വീണ്ടും എത്തിയപ്പോഴാണ് വാക്കേറ്റവും ഉന്തും തള്ളും മർദ്ദനവും ഉണ്ടായത്.
ഭർത്താവുമായുള്ള ബന്ധം തുടരാനായി ഭർത്താവിനും മക്കൾക്കും ഭർത്തൃമാതാവിനും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ. കർണാടകയിലെ ഹാസൻ ജില്ലയിലാണ് സംഭവം. ചൈത്ര എന്ന യുവതിയാണ് ഭർത്താവായ ഗജേന്ദ്രയെയും കുടുംബത്തെയും കൊല്ലാൻ ശ്രമിച്ചത്. 11 വർഷം മുൻപാണ് ഗജേന്ദ്രയുമായി ചൈത്രയുടെ വിവാഹം നടന്നത്. ഈ ബന്ധത്തിൽ ഇരുവർക്കും 8ഉം 10ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഇവൾ ഷിവു എന്ന ആളുമായി പ്രണയത്തിലായി. കുടുംബം തടസ്സമാകുന്നു എന്ന് ഭയന്നാണ് യുവതി ക്രൂരകൃത്യം ചെയ്തത്. ഭക്ഷണം കഴിച്ച ഭർത്താവിനും കുട്ടികൾക്കും കടുത്ത വയറുവേദനയുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആദ്യം ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചൈത്ര മനഃപൂർവ്വം ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്നാണ് തെളിഞ്ഞത്.